ഇന്നലെ രാത്രിയാണ്, കൃത്യമായി പറഞ്ഞാൽ 9:55 ആ വാർത്ത വരുന്നത്. അമ്മയുമായി യാത്ര ചെയ്ത 3 വയസ്സുകാരിയെ തിരുവാങ്കുളത്ത് കാണാതായി. പിന്നീടുള്ള ഓരോ മിനിറ്റും ആശങ്കയുടേതാണ്, ആകാംക്ഷയുടേതാണ്. ആലുവയ്ക്കും പുത്തൻകുരിശിനും ഇടയിൽ സകല ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും അരിച്ചുപറക്കിയുള്ള പരിശോധന കണ്ടു. ഒടുവിൽ മകളെ പുഴയിലേക്ക് എറിഞ്ഞുവെന്ന അമ്മ സന്ധ്യയുടെ മൊഴിയിലാണ് വഴിത്തിരിവ്. രാത്രി വൈകുവോളം പെരുമഴയിൽ പെരിയാറിലെ മൂഴിക്കുളത്ത് കല്യാണിയെ കണ്ടെത്താനാവാതെ തിരച്ചിൽ നീളുമ്പോൾ ശരിക്കും തോന്നുന്നത് സന്തോഷമാണ്. അമ്മ പറഞ്ഞ മൊഴി കള്ളമാകുമെന്നും കല്യാണി സുരക്ഷിതയായി എവിടെയോ ഉണ്ടെന്നും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുമായിരുന്നു ആ പ്രതീക്ഷ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചത് രാത്രി 2:20. ആ പുഴയിൽ നിന്നും കല്യാണിയെ കിട്ടി, ചേതനയേറ്റൊരു 4 വയസ്സുകാരി. ഒരു ചിരിക്കുടുക്ക, ഒരു കുസൃതി കുരുന്ന്. ആ ചിത്രങ്ങൾ കാണുന്നത് തന്നെ നോവായി. അമ്മയെന്ന് പറയപ്പെടുന്ന ആ സ്ത്രീക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജീവിതം എന്താണെന്ന് അറിയും മുന്നേ, വിരിയും മുന്നേ ഒരു കുഞ്ഞ് ഈ ലോകം വിട്ടുപോകുന്ന സങ്കട മണിക്കൂറുകളാണ്. അല്പസമയത്തിനകം സംസ്കാരമുണ്ട്. പുഴയുടെ ആഴത്തിലേക്ക് എറിയപ്പെടുമ്പോഴും നിസ്സഹായമായൊരു പാവം കുഞ്ഞ് ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി അവസാനമായി വിളിച്ചത് അമ്മേ എന്നാവില്ലേ എന്നോർക്കുമ്പോൾ ഒരു ചങ്കുപിടച്ചിലാണ്. കല്യാണിക്ക് സ്നേഹാദരങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. ശ്രീമതി ലളിത തിലകൻ, ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ കാണുന്നവർക്കൊക്കെ വലിയ സങ്കടവും വലിയ വേദനയും ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. നമ്മൾ എല്ലാവരും ഇന്നലെ ആ തെരച്ചിൽ നടക്കുമ്പോഴൊക്കെ കുഞ്ഞിനെ എവിടെയെങ്കിലും കിട്ടും, സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന ചുമ്മാതായിരിക്കുമെന്നൊക്കെ നമ്മൾ അങ്ങേയറ്റം പ്രതീക്ഷിച്ചിരുന്നവരാണ്. ലളിത, നമ്മുടെ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. അത് രാത്രി നേരം വെളുക്കുവോളം എല്ലാ വീടുകളും ടി വിക്ക് മുന്നിൽ ഇരുന്ന് ഈ വാർത്ത കാണുകയും കൊച്ചിനെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാ കുടുംബങ്ങളും കാത്തിരിക്കുകയായിരുന്നു. അതുപോലെ ഇവിടെ നിന്ന് വിവാഹം ചെയ്ത് വിട്ടിട്ടുള്ള വീടുകളിലും അവരും എല്ലാം ഈ കുഞ്ഞിന് വേണ്ടി ഉറക്കളച്ച് കാത്തിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു അമ്മ എന്ന നിലയ്ക്ക് ഒരിക്കലും ആ സ്ത്രീക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടായിരുന്നുവെങ്കിൽ ആ ആലുവ സിറ്റിയിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയാലും ആ കുട്ടി നല്ല സ്മാർട്ടാണ് സംസാരിക്കാനെല്ലാം. അവളുടെ വീടിൻ്റെ കാര്യങ്ങളും അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുത്ത് വീട്ടിലെത്തിയാന്. പക്ഷെ എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം ഒരമ്മയ്ക്കും, പ്രസവിച്ച ഒരമ്മയ്ക്കും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ സ്ത്രീ ചെയ്തത്. എന്തോരം ആളുകൾ കുട്ടികളില്ലാതെ ജീവിക്കുന്ന ബുദ്ധിമുട്ടി ഒരു കുഞ്ഞിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ജീവിക്കുമ്പോഴും ഈ അങ്ങനെയുള്ള ആരെങ്കിലും ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി നല്ല രീതിയിൽ സന്തോഷമായിട്ട് ആ കൊച്ചു ജീവിച്ചേനെ. ആ കുടുംബത്താണെങ്കിലും അതിൻ്റെ അച്ഛൻ്റെ അനിയന്മാരെല്ലാം അതിനെ ജീവന് തുല്യമായിട്ട് സ്നേഹിക്കുകയും എന്ത് വേണമെന്ന് പറഞ്ഞാലും അവൾക്ക് ഒരു ആഗ്രഹങ്ങളും സാധിക്കാതെ ഇരുന്നിട്ടില്ല. അത് ആ തരത്തിൽ അതിനെ കൊണ്ടു നടന്നതാണ്. പിന്നെ എന്തിനാണ് ആ സ്ത്രീ ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് മാത്രമാണ് അറിയുള്ളൂ. അയൽവാസി മാത്രമല്ല, മുൻ പഞ്ചായത്ത് അംഗം, തിരുവാങ്കുളത്തെ മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ്. അപ്പോൾ ഈ വീടിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ലളിതയ്ക്ക്. അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു കുഞ്ഞിനെ കൊന്നു കളയാൻ മാത്രമുള്ള വീട്ടുപ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നോ ലളിത? അവിടെ ആ തരത്തിലുള്ള ഒരു വിഷയങ്ങളുമില്ല. ഞാൻ തിരുവാങ്കുളം പഞ്ചായത്തിലല്ല, തിരുവാണിയൂർ പഞ്ചായത്ത് മെമ്പറായിരുന്നു. എൻ്റെ അയൽവാസിയും കൂടിയാണ്. അപ്പം ഈ മൂന്ന് ആൺപിള്ളേരാണ്, ഈ ചേട്ടനനിയന്മാരാണ് അവിടെ ഉള്ളത്. ആ 3 പേരും ഈ കുട്ടിയെ ജീവന് തുല്യമായിട്ടാണ് സ്നേഹിച്ചിരുന്നത്. അതുപോലെ എല്ലാ അയൽവക്കത്തും തൊട്ടടുത്തുള്ള നമ്മുടെ എല്ലാ ഫാമിലിയിലും അവൾ ഓടി ചാടി നടന്ന് കുട്ടികളും എല്ലാം ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നതാണ് ആ കുട്ടി. പക്ഷേ നല്ല സ്മാർട്ടാണ്. അംഗൻവാടിയിലാണെങ്കിലും എല്ലാ പിള്ളേരോടും ഭയങ്കര സ്നേഹം. അവൾക്ക് ആരും ഉപദ്രവിക്കുന്നത്, കുട്ടികൾ തമ്മിൽ തല്ലുകൂടുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ്റെ ഇളയ കുട്ടി അംഗൻവാടിയിൽ ഇവളുടെ ഒപ്പമാണ് ക്ലാസ്സിലിരുന്നത്. എൻ്റെ മോൾ കൊണ്ടുവരാൻ ചെല്ലുമ്പോൾ സന്ധ്യ ഈ കുട്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ടീച്ചറോട് ഞാൻ പോവുകട്ടോ ടീച്ചറെ എന്ന് 2 പ്രാവശ്യം യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. പക്ഷെ അവൾ ഇങ്ങനെ ചെയ്യുമെന്നറിയില്ല. പിന്നെ തൊട്ടടുത്തുള്ള വീടുകളിൽ ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ കുട്ടികളെ വിളിക്കാൻ പോകുമ്പോഴും ഈ കുഞ്ഞിനെയും കൂടി കൂട്ടിയാണ് പോരാറുള്ളത്. പക്ഷെ ഇന്നലെ അതിൻ്റെ ആയുസ് എത്തി. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ ആരെങ്കിലും അയൽവാസികൾ പോയി കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേനെ. ഇവൾക്ക് എന്തോ സാധനം വാങ്ങിക്കാൻ തൃപ്പൂണിത്തുറയ്ക്ക് പോകണം. അപ്പോൾ അംഗൻവാടിയിൽ നിന്ന് കുട്ടിയെയും കൂട്ടി ഞാൻ ആ വഴി പോയി വാങ്ങിച്ചിട്ടാണ് വരുവുള്ളെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. പക്ഷെ 5 മണിയായിട്ടും തൃപ്പൂണിത്തുറയിൽ നിന്ന് തിരിച്ചെത്താതെ വന്നപ്പോഴാണ് ഇവർ അന്വേഷിക്കാൻ തുടങ്ങിയത്. 7 മണി 7:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ഈ പ്രദേശവാസികളെല്ലാവരും തന്നെ വിവരം അറിയുകയും അതുപോലെ ആ കൊച്ചിനെ തേടുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി വണ്ടിയെടുത്ത് 4 വഴിക്കും പായുകയും ഉണ്ടായി. പക്ഷേ ലാസ്റ്റ് ടി വിയിലെല്ലാം വാർത്ത വന്നപ്പോഴാണ് ഞങ്ങൾ ഈ കൊച്ചിന് വേണ്ടി ഉറക്കളിച്ച എല്ലാ കുടുംബങ്ങളും ഈ നാടൊന്നാകെ
ഉറക്കം വെളുത്ത് നിന്ന് കാത്തിരുന്നത്. പക്ഷെ 2:30 കൂടി ഞങ്ങൾ വിവരം അറിഞ്ഞു. കൊച്ചിൻ്റെ മൃതദേഹം കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഞെട്ടിച്ചൊരു സംഭവമായിപ്പോയി. കാരണം ഇവള് ഈ സുഭാഷിനെ പേടിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കൊച്ചിനെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ഇങ്ങനത്തെ അരുങ്കൊല ചെയ്യില്ല എന്ന പ്രതീക്ഷയായിരുന്നു വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം നമുക്കൊക്കെ അത് തന്നെയായിരുന്നു. ഇപ്പൊ കിട്ടുന്ന ഒരു പ്രതീക്ഷ എന്തുകൊണ്ടോ പണ്ട് നേരത്തെ ശിരൂര് പോകുമ്പോഴേക്കും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു പ്രതീക്ഷ ഇങ്ങനെ ഉണ്ടായിരുന്നു. ശ്രീ മോഹൻ റോയി, ഇവിടെ ഈ മൂത്ത കുട്ടി ഇത് ഒരു തവണ സന്ധ്യയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ടോർച്ചെടുത്ത് മൂത്ത കുട്ടിയുടെ തലക്കടിക്കുന്നു. ഇളയ കുഞ്ഞിനെ അടിച്ച് കല്യാണിയുടെ ചെവിക്ക് പിന്നിലടിക്കുന്നു. അപ്പോൾ ഈ മൂത്ത മകൻ അനിയത്തെ പിടിച്ചുകൊണ്ട് റോഡിൽ പോയി നിന്നുമാണ് പറയുന്നത്. അപ്പോൾ ടോർച്ച് കൊണ്ട് തലക്കടിച്ചിട്ടുണ്ട്, ഐസ്ക്രീമിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് സന്ധ്യയുടെ അമ്മ തന്നെയാണ് എന്ന് ഇപ്പോൾ സുഭാഷിൻ്റെ വീട്ടുകാർ പറയുന്നു. എന്താണ് അങ്ങനെ എന്തോ ഒരു പക ഉള്ളിലുള്ളതുപോലെ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ. മാത്രമല്ല ഒരു തവണ ഈ കല്യാണിയുടെ അടി കൊണ്ട് നെഞ്ചിൽ ഇങ്ങനെ പൊള്ളിത്തിണർത്ത പോലെ പാടുണ്ടായിരുന്നു എന്ന് സുഭാഷ് പറയുന്നു. അങ്ങനെ നിരന്തരം ഉപദ്രവിക്കുന്നത് എന്ത് മാനസിക രോഗമാണ്? അങ്ങനെ ഒരു മാനസിക രോഗമുണ്ടോ? അല്ല, ഇത് നിരന്തരം ഉപദ്രവിക്കുന്ന മാനസിക രോഗം മോഹൻ റോയ് പറഞ്ഞോളൂ. നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട നേരത്തെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞൊരു വാക്ക് തന്നെ ഞാനൊന്ന് ആവർത്തിക്കാം. ഒരു പ്രസവിച്ച അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ചില വാർപ്പ് മാതൃകകളുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അതായത് പ്രസവിച്ച അമ്മയ്ക്കൊന്നും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല, അങ്ങനെ അല്ല എന്ന് ഈ കേരളത്തിൽ തന്നെ എത്രയോ കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ നിരന്തരമായി കുട്ടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടിക്ക് യഥാർത്ഥത്തിൽ അവകാശങ്ങളുണ്ട്, അടിസ്ഥാനപരമായുള്ള അവകാശങ്ങളുണ്ട്. അത് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉറപ്പാക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കുട്ടിയുടെ അവകാശ ലംഘനങ്ങൾ നടന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മൾ മാധ്യമങ്ങളിൽ കൂടി കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ സന്ധ്യയ്ക്ക് പഠിക്കുന്ന കാലത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, വീട്ടുജോലി ചെയ്യാനുള്ളൊരു മടിയൊക്കെ ഉണ്ട്, ഒരു പഠന പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പൊതുവേ ദേഷ്യം വന്നാൽ ഒച്ചപ്പാടുണ്ടാകും, അത്തരത്തിലുള്ള ചില സ്വഭാവ പ്രത്യേകതകളുള്ളതായിട്ട് കാണുന്നുണ്ട്. നമ്മളതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചികിത്സയ്ക്ക് പോയെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചർച്ച തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെയുള്ള കമൻറ്റുകളിൽ അറിയാം മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങ് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയല്ല എന്നുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു വിധി കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പല കാരണങ്ങൾ ഇതിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സാധ്യത ചൂണ്ടുന്ന ബുദ്ധിമാന്ദ്യത്തിലേക്ക് പറഞ്ഞാൽ നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് ബുദ്ധി എന്ന് പറയുന്നത് പഠനത്തിന് മാത്രം ആവശ്യമുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധി പല രീതിയിൽ അതിന് പ്രയോജനമുണ്ട്, അത് നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം വളരെ ലഘുവായി പറഞ്ഞൊരു അവിയലിനരിയുന്ന കഷ്ണമല്ലല്ലോ സാമ്പാറിനരിയുന്ന കഷ്ണത്തിൻ്റെ വലിപ്പം. അതിൽ തുടങ്ങി ഒരു വ്യക്തിയോട് ഇടപഴകുന്നതും സംസാരിക്കുന്നതും എങ്ങനെയാണ്, ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നത് എങ്ങനെയാണ്, വായിച്ചൊരു കാര്യം മനസ്സിലാകുന്നത് എങ്ങനെയാണ്, അത് പ്രയോഗത്തിൽ വരുത്തുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ബുദ്ധി ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അടുത്തതായി സ്ത്രീകളുടെ മാനസികാരോഗ്യം യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെ അപേക്ഷിച്ച് വളരെ പുറകോട്ടാണെന്ന് ധാരാളം പഠനങ്ങളുണ്ട്. ഈ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിലെത്തുന്ന നിർണായകമായ ഒരു കാലഘട്ടമാണ് ഗർഭാനന്തര കാലവും പ്രസവാനന്തര കാലവുമൊക്കെ. അപ്പോൾ ഇപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു, അതിനാവശ്യമുള്ള ചികിത്സയും മറ്റും എടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ പഴയ CRPCയിലെ 328, 329, 330, 335 അത്തരം 4 ക്ലോസുകൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരാളെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മജിസ്ട്രേറ്റിന് ഇത്തരത്തിലൊരു സംശയമുണ്ടെങ്കിൽ ഒരു മനോനില പരിശോധനയ്ക്ക് വിധേയമാക്കാം. അങ്ങനെ മനോനില പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത്തരത്തിൽ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ട്രയൽ എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ ട്രയൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ പാർപ്പിക്കാം. പക്ഷേ ഇതിലൊക്കെ സാധാരണ സംഭവിക്കുന്നത് വെച്ചാൽ പോലീസ് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു കേസ് എടുക്കില്ല. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അത് നിയമത്തിൻ്റെ സുവർണ എവിഡൻസ്, ഗോൾഡൻ ചെയിൻ ഓഫ് എവിഡൻസ് എന്ന് അവർ പറയുന്നത്. തെളിവിൻ്റെ സുവർണ ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ട് ഈ വ്യക്തി തന്നെയാണ് ഈ കുറ്റം ചെയ്തതെന്ന് തെളിയിച്ചെടുക്കലാണ് പ്രോസിക്യൂഷൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രീതി. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള രീതിയാണെന്നിരിക്കെ ഒരിക്കലും ഈ സെക്ഷൻ 84 ഇന്ത്യൻ പീനൽ കോഡ്, പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ 22, അത് ഈ മാനസിക രോഗികൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിനുള്ള ഇളവ്, അത് പോലീസ് പ്രയോഗിക്കില്ല. പക്ഷേ ഈ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേസായി വന്നു കഴിയുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ പ്രതിയാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കലാണ്.
പക്ഷേ സെക്ഷൻ 84 IPC ഈ ക്ലെയിം നമ്മൾ ഇൻസാനിറ്റി ഡിഫൻസ് എന്നാണ് അതിന് പറയുന്നത്. ആ ഇൻസാനിറ്റി ഡിഫൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറ്റം ഓൾറെഡി അങ്ങ് സമ്മതിക്കണം. എന്നിട്ട് നമ്മൾ ഈ മാനസിക പ്രശ്നം കൊണ്ടാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കേണ്ടി വരും. അപ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ കുറ്റാരോപിതനാവും. അപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട നീതിയും നിയമവും ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്ക് ഇപ്പോൾ ഈ ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട്, ഇവരെ ഒരു സ്ത്രീ എന്ന് വിളിക്കരുത്, ഇവരെ ഒരു അമ്മയെന്ന് വിളിക്കരുത്, സ്ത്രീ എന്നൊക്കെ വിളിക്കാവുന്നുള്ളത്. അതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ നീജർക്ക് റിയാക്ഷനാണ്, പെട്ടെന്നുണ്ടാകുന്ന ചില റിയാക്ഷനുകൾ എന്നതിനപ്പുറം അതിനെന്താണ് ഈ പ്രാധാന്യമുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള എത്രയോ പേർ ഇപ്പോൾ ഈ കരഞ്ഞ് പരിതപിക്കുന്ന ഇത്രയും പേരിൽ പലർക്കും ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടായിട്ട് ഇവരിൽ ആരെങ്കിലും ആ ജില്ലയിലെ ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങൾക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? അവർക്കെന്താ അതിനെക്കുറിച്ച് അറിയില്ലേ? അങ്ങനെ കൊടുക്കാമായിരുന്നെങ്കിൽ ഈ അമ്മയെ ചികിത്സിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഈ ചർച്ച നമുക്ക് നടത്തേണ്ടി വരുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതെ ഒരു കാര്യം പറയുമ്പോൾ വളരെ പെട്ടെന്നൊരു വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് പോയിട്ട് ഈ സുഭാഷ് എന്തോ പോലീസിൽ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഒന്നുകൂടി വ്യക്തത ആവശ്യമുണ്ട്. കാര്യം പോലീസ് വിളിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് സുഭാഷ് പോലീസിനോട് പറഞ്ഞു എന്നൊരു പ്രതികരണം ഞാൻ കേട്ടു. അപ്പോൾ പരാതിയായിട്ട് കൊടുത്തിരുന്നോ? അതിന് കുറച്ചുകൂടി വ്യക്തത പറയേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ജോർജ് ജോസഫ്, ഇപ്പോഴും ഈ സംഭവത്തിന് ഇപ്പോൾ കുറ്റം സംബന്ധിച്ചു സന്ധ്യ, പക്ഷേ സംഭവത്തിന് വലിയ മോട്ടീവ് എന്താണ് എന്ന് വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. ജോർജ് ജോസഫ് എല്ലാ ദിവസവും എന്ന വണ്ണം ആ വീട്ടിലെ ഒരു രാവിലെ ഈ സുഭാഷിന് ചായ കൊടുക്കുന്നുണ്ട് ഈ സന്ധ്യ. അംഗൻവാടിയിൽ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. കാര്യം അംഗൻവാടി കഴിഞ്ഞു, ഇനിയിപ്പോൾ LKG അഡ്മിഷൻ എടുത്ത് LKGയിലേക്ക് പോകാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. കുഞ്ഞിനെ ഒരുക്കുന്നുണ്ട്. അവളുടെ കാലിൽ ചെരുപ്പ് തനിയിട്ടപ്പോൾ ചെരുപ്പ് കയറുന്നില്ല, ചെരുപ്പ് ഇടാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായി സാധാരണ ഒരു ദിവസം എന്നോണം ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളില്ലാതെ അത് അത്രയും സംഭവിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കടുങ്കൈ ചെയ്തതിന് ശേഷവും ഈ സന്ധ്യ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ബസ്സിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ ഇതൊക്കെ വെച്ച് ചോദിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഏത് തടവുപുള്ളിയും ചെയ്യുന്ന പോലെ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് കുഞ്ഞിനെ ഞാൻ അവിടെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. ഇവർക്ക് മാനസിക പ്രശ്നമുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. ഇത് ഭർത്താവിനോടുള്ള ഒരു വൈരാഗ്യമാണ്. അത് കൊച്ചിക്കൂടെ അങ്ങ് തീർത്തു. അതുതന്നെ അവർക്ക് ഈ കേസ് കൊച്ചിന് ആക്സിഡൻ്റലായിട്ട് ഒരു ഡെത്ത് ഉണ്ടായി എന്ന് കൊണ്ടുവരാൻ തന്നെയായിരുന്നു അവരുടെ ഇൻറ്റൻഷൻ. അതുകൊണ്ടാണ് പല കഥകളും മാറി പോലീസിനടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കുട്ടിയെ നമുക്ക് സങ്കടകരമായ ഒരു കാര്യം, ആ കുട്ടിക്കറിയത്തില്ല തന്നെ കൊല്ലാൻ പോകുന്നു. പക്ഷേ ആ കുട്ടിയെ 3-3.5 വയസ്സുള്ള കുട്ടിയെ ഈ മെലിഞ്ഞ സ്ത്രീ അത് ഒക്കത്തിരുത്തിക്കൊണ്ടാണ് പോയത്. കുട്ടിക്ക് വലിയ സന്തോഷം, അമ്മ ഇപ്പോൾ എടുത്തുകൊണ്ട് പോവുമല്ലേ, ആ കൊച്ചിന് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു പ്രശ്നമില്ല. ഭർത്താവിനോടുള്ള വാശി മൂത്ത് ചെയ്തതാണെന്നാണ് ഞാൻ പറയുന്നത്. അത് നേരത്തെ ഡോക്ടർ മോഹൻ റോയ് ആ കാര്യം കുറച്ച് പറഞ്ഞു. അങ്ങനെ പല സ്ത്രീകൾക്കും പല വീട്ടിലും ഇതുപോലെയുള്ള മാനസികാവസ്ഥയൊക്കെ കാണിക്കുന്നവരുണ്ട്. പക്ഷേ അവരാരും കൊച്ചിനെ ചില കുട്ടികളെ പല അമ്മമാരും മനഃപൂർവ്വം ഇതുപോലെ അടിക്കുന്നവരൊക്കെ ധാരാളം പരിക്കേൽക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ കൊല്ലാനുള്ളൊരു മനസ്സ് ആ മാനസിക അസ്വാസ്ഥ്യമുള്ള ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എത്രയോ ചില ഭ്രാന്തിയായിട്ട് നടക്കുന്നവർ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നത്, ആ കുട്ടിയെ തൊടാൻ കൂടി സമ്മതിക്കത്തില്ല അവർ. അത് അത്രയും അവർക്ക് മെൻ്റലായിട്ട് ഇതുണ്ടായിട്ടും അവരുടെ കൊച്ചുങ്ങളെ തൊടാൻ സമ്മതിക്കത്തില്ല ചില ആൾക്കാർ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഭർത്താവിനോടുള്ള വാശി തീർത്തതാണ്. ഇതിൻ്റെ അനന്തരഫലമൊന്നും അവരിപ്പോൾ ആലോചിക്കുന്നില്ല. ആ വാശിയാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഈ സൈസ് ഒരു പ്രവൃത്തി ചെയ്തത്. കാരണം അത് പ്ലാൻഡ് മർഡർ തന്നെയാണ്. കൊച്ചിനെ എന്നാൽ നടത്തിക്കൊണ്ട് പോയില്ല, അവർക്ക് കൊച്ചിനെ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ തോളത്ത് അതിനെ എളിയിലിരുത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് തന്നെയില്ല, ഇവർ ആലുവ ആ പുഴയുടെ ആലുവ മണപ്പുറത്തിൻ്റെ അവിടെ ഇവർ കറങ്ങിയില്ല. ആ ഡ്രൈവർ പറയുന്നുണ്ട്, ഒരു ഓട്ടോക്കാരൻ. ആ ഓട്ടോക്കാരന് ഇവർ പതിവില്ലാതെ ഈ പരിചയമില്ലാത്ത സ്ത്രീയെ കൊച്ചിനെയും കൊണ്ട് അതിലൂടെ കറങ്ങിയപ്പം എന്തെങ്കിലും സമയത്ത് രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യാനുള്ള പരിപാടി ആയിരിക്കുമെന്ന് കരുതിയിട്ടാവും അയാൾ വേറൊരു ഓട്ടോക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരെ ഒന്ന് നോക്കണം. അത് ഏത് സ്ത്രീ? ഒത്തിരി സ്ത്രീകൾ അവിടെയുണ്ട്. ആ ഇന്ന ഡ്രസ്സിട്ട ഇന്ന കളറുള്ള ആ സ്ത്രീയൊന്നും ആ കൊച്ചിനെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി നോക്കുകയും ചെയ്തു. അപ്പം കൊച്ചിനെ കൊല്ലാനായിട്ടുള്ളൊരു സ്ഥലം തപ്പി നടക്കുകയാണ് അവർ. അതുകൊണ്ടാണ് അവർ ആലുവ മണപ്പുറത്തും പോയത്. ഏതായാലും പാലത്തിൻ്റെ അവിടെ നിന്ന് എറിഞ്ഞെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതിനെ കുട്ടി ഇവരെ കൈവശം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ CCTV ദൃശ്യത്തിലൊക്കെ സത്യം പറയുമെന്ന്. കുട്ടിയെ കൊണ്ട് പോയി, കുട്ടി മിസ്സായി.
അത് കുട്ടി കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ അപകടം ഉണ്ടായി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു ആ സ്ത്രീ നടത്തിയത്. അത് കൂർമ്മ ബുദ്ധിയുള്ളൊരു സ്ത്രീ തന്നെയാണ്. അവരെ ഒരമ്മയ്ക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നില്ല. അത് ആ വൈരാഗ്യ മനസ്ഥിതിയാണ്. അതിൽ ആ കൊച്ചിനെ അതിൻ്റെ ആ ഓമനത്തുള്ള മുഖം കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നല്ല കുസൃതിയുള്ള ഒരു കൊച്ചാണ്, നല്ല ബുദ്ധിയുള്ളൊരു കുട്ടിയാണ്. അതല്ല സുഭാഷൻ്റെ പിതാവും അതിനെ തൊട്ടിട്ട് പോലുമില്ല. അതിൻ്റെ മൂത്തൊരു പയ്യനുമുണ്ട്. ആ പിതാവും പ്രധാൻ്റെ അനിയന്മാരും ഒക്കെ കൊച്ചിനെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര മിടുക്കി നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അപ്പോൾ അവർക്കൊക്കെ അത് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് നമുക്ക് ആ ഫോട്ടോ കൊച്ചിൻ്റെ 2-3 പോസിലുള്ളൊരു ഫോട്ടോ കണ്ടപ്പോൾ അപ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റും. എത്ര മിടുക്കിയായ ഒരു കുട്ടിയാണ്. അതിനോട് ഇഷ്ടം തോന്നുന്ന ഒരു മുഖവും ഇഷ്ടം തോന്നുന്ന പ്രവൃത്തിയും ആക്ഷനും ഒക്കെ അങ്ങനെയാണ് ആ 2-3 ഫോട്ടോയും നമ്മൾ മനസ്സിലായി. നമുക്ക് വളരെ തേങ്ങിപ്പോയി നമ്മളൊക്കെ. ഇങ്ങനെ അമ്മമാർക്ക് ചെയ്യാൻ കഴിയുമോ? എനിക്ക് തോന്നണില്ല. ഇത് വാശിയും വൈരാഗ്യമുള്ള ഇതുപോലത്തെ ധാരാളം സ്ത്രീകളുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ നേരത്തെ ആ ടോർച്ച് കൊണ്ട് ആ കൊച്ചിനെ അടിച്ചത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ളൊരു പ്രശ്നം പല സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ഈ കൊച്ചിനെ മാറ്റിക്കൊണ്ട് പോകണമായിരുന്നു. അമ്മയുടെ കൂടെ ഒരിക്കലും അയക്കരുതായിരുന്നു. അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ ഈ കുട്ടി ജീവനോടെ രക്ഷപ്പെട്ടേനെ. കാരണം അമ്മ ഉപദ്രവിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ട്. അവരുടെ പ്രകൃതം എന്ന് മനസ്സിലായി വാശി തീർക്കുന്ന സ്ത്രീയാണ്. വെറുതെ ഇപ്പോൾ ടോർച്ച് കൊണ്ട് അടിക്കുന്ന കണ്ടെങ്കിലും അല്ലാതെ ആ കുട്ടിയെ അമ്മ ഉപദ്രവിക്കും ഭർത്താവിനോടുള്ള വാശി തീർക്കാനായിട്ട്. അങ്ങനത്തെ ധാരാളം സ്ത്രീകളുണ്ട് സമൂഹത്തിൽ. പക്ഷെ അവരാരും ഇതുപോലെ കൊല്ലുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. ഇന്നലെ ആ സംഭവം അറിഞ്ഞപ്പം വലിയ വേദനയോടെ എല്ലാവരും ഇരിക്കുകയാണ്. ഈ കൊച്ചിനെ എനിക്ക് മനസ്സിലായി തന്നെ. കാരണം അവരുടെ ആ നടപ്പും സ്വഭാവമൊക്കെ നമ്മൾ കണ്ടു. അവർ കള്ളം പറഞ്ഞില്ലേ പോലീസിൻ്റെ അടുത്ത്. കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ CCTV കണ്ടു. അതിനുശേഷം അവർ ഒറ്റയ്ക്ക് നടന്നു വരുന്ന ആ തിരുവാങ്കുളം അവിടുത്തെ CCTVയിലും കിട്ടി. അപ്പോൾ ഇതൊരു ക്ലീൻ മർഡർ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് നേരത്തെ അറിയാമല്ലോ, നമ്മുടെ കേടലിൻ്റെ സംഭവം അറിയാമല്ലോ. അവന് ഒരു വട്ടുമില്ല, ഒന്നുമില്ല. അവൻ്റെ മാനസികാവസ്ഥ അത് അവരെ കൊല്ലണമെന്ന്. കാരണം അത് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടും പൈസയുടെ പ്രശ്നവും അപ്പോൾ തന്നെ ഡ്രഗ്സ് അടിക്കുകയും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആ മർഡർ ചെയ്തത്. അഫാൻ്റെ കേസ് നമുക്കറിയാമല്ലോ. അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതുവരെ അവിടെ 4 പേരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. ആൺകുട്ടികളായാലും ശരി, പെൺകുട്ടികളായാലും ശരി. മലയാളികളുടെ അവരുടെ സോബർ മൂഡെല്ലാം പോയി. നമുക്ക് നല്ലൊരു ശതമാനം ആൾക്ക് ഒരു വികല്പം അല്ലെങ്കിൽ ഒരു മാനസിക രോഗങ്ങൾ പടർന്ന് പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതുപോലെ പ്രായമുള്ളവർക്കും ഒക്കെ ഇങ്ങനെ വന്നു. അതല്ലേ ദൈനംദിനം നമ്മൾ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര മർഡറാണ് ഓരോ ദിവസം, എന്ത് ക്രൂവലായിട്ടുള്ള മർഡറാണ് നടക്കുന്നത്. അമ്മയുടെ കഴിഞ്ഞ ദിവസം അത് നമ്മൾ കണ്ടില്ല, അമ്മയും മകനൂടെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. കൊല്ലത്ത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ തീരുമാനം എടുത്തു. അത് ബന്ധുക്കളുമായിട്ട് പങ്കുവെച്ചു. എന്നിട്ട് അമ്മ തൂങ്ങിയപ്പം പൊട്ടി താഴെ വന്നപ്പോൾ അമ്മയെ മരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മകൻ അമ്മയുടെ കഴുത്തറത്തു. എന്നിട്ട് ഇവൻ പിന്നെ തൂങ്ങുകയാണ്. അപ്പോൾ ആ ഡിസിഷൻ ആലോചിച്ചോണം. ആത്മഹത്യ ചെയ്യാനും മരിക്കാനും തീരുമാനം എടുക്കുകയാണ്, യോജിച്ചാണ് എടുക്കുന്നത്. മറ്റേത് നമ്മൾ പലപ്പോഴും ഇതുവരെ കണ്ടിരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നവർ അവരുടെ മനസ്സിൽ നടക്കുന്ന എന്താണെന്ന് നമുക്കറിയത്തില്ല, അവർ പോയി തൂങ്ങും. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ജോയിൻ്റായിട്ട് 2-3 പേരുകൾ തീരുമാനം എടുക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ. വല്ലാത്ത കാലമാണ് പക്ഷേ ഇത് പുതിയ കാര്യമല്ല. ഡോക്ടർ സൗമ്യ സാരൻ 2025 ജനുവരി 30 തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഒരു അമ്മാവൻ 2 വയസ്സുകാരി കിണറിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി നമ്മൾ കണ്ടത്. അന്ന് ഇപ്പോഴും അത് എന്താണ് അതിൻ്റെ ആക്ച്വൽ മോട്ടീവ് എന്ന കാര്യം വ്യക്തമല്ല. സഹോദരി ശ്രീധുവിനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യമെന്ന് പറയപ്പെട്ടു. 25 ഫെബ്രുവരി 28 തന്നെ കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനി എന്നൊരു യുവതി 2 പെൺമക്കളുമായി ട്രെയിനിൽ മുങ്ങിയാടി ആത്മഹത്യ ചെയ്തു. ഭർത്തൃവീട്ടിലെ പീഡനം അല്ലെങ്കിൽ ഭർത്താവിനോടുള്ളൊരു ഒരുതരം ദേഷ്യം തീർക്കൽ എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. മാർച്ച് 19 കൊല്ലത്ത് 2.5 വയസ്സുകാരെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ജീവനൊടുക്കി കണ്ടു. ആ ഏപ്രിൽ തന്നെ കണ്ണൂർ മീൻകുന്നിൽ 2 മക്കളെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മ ജീവനൊടുക്കിയത് കണ്ടു. അങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ എടുത്തു നോക്കിയാൽ സമാനമായ കുഞ്ഞുങ്ങളെ കൊന്ന് ആത്മഹത്യയോ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതുമായ ഒരു സെറ്റ് ഓഫ് വാർത്ത ഏതാണ്ട് എല്ലാ മാസം എന്നോണം നമുക്ക് മുന്നിലുണ്ട്. ഡോക്ടർ സൗമ്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെയാണ് വിശ്വസിക്കുക? കാര്യം ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ചുറ്റുമുള്ളവരെയൊക്കെ അങ്ങേയറ്റം രക്ഷകരായി കാണുന്ന, ആര് കൈ നീട്ടിയാലും ഓടിപ്പോയി അവരുടെ ദേഹത്തേക്ക് ചായുന്ന കുഞ്ഞുങ്ങളാണ്, മാലാഖമാരെ പോലുള്ള കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ തോന്നുക എന്നൊക്കെ പറയുന്നത് എങ്ങോട്ടേക്കാണ് നമ്മുടെ പോക്ക് ഡോക്ടർ സൗമ്യ? ഹാഷ്മി, ഈ ഒരു വാർത്ത കേട്ട മുതൽ ഇന്നലെ പുലർച്ചെ ഞാനും ഈ വാർത്ത ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇവിടെ ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞ പോലെ തന്നെ അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം അവിടെ വന്ന റെസ്പോൺസുകൾ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിന്റെ റെസ്പോൺസ് പറയുമ്പോൾ അത്
ഫസ്റ്റ് ഇമോഷണൽ ആണ്. കാരണം ഒരമ്മ കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു സമൂഹം എന്ന രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞ പോലെ ചില വാർപ്പുകളുണ്ട് നമ്മുടെ മനസ്സിൽ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഒരു അമ്മയ്ക്ക് സാധിക്കും ഇത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാം. അതിന്റെ ഫലമായിട്ടായിരിക്കാം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് കേൾക്കുന്നത് തന്നെ ഇന്ന് സമൂഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അവിടെ തന്നെ വന്ന ധാരാളം മെസ്സേജുകൾ ഞാൻ വായിക്കുകയായിരുന്നു. ഇവൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഇവളെയൊക്കെ ഇതേ പറഞ്ഞ പോലെ തന്നെ എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത്, അങ്ങനെയൊക്കെയുള്ള സോ കോൾഡ് നീജക് റിയാക്ഷൻസ് ഞാൻ ധാരാളം അവിടെ കണ്ടു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ അമ്മമാരും ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഒരു വാർപ്പിൽ ഇങ്ങനെ തീർത്തിരിക്കുന്ന പ്രതിമകളൊന്നും അല്ല. നമ്മുടെ നാട്ടിലെ ഇപ്പോ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് മാത്രം ഞാൻ യോജിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. മാനസിക പ്രശ്നങ്ങൾ ഒരു തരത്തിലും ഒരു രോഗത്തെക്കാൾ, ഏതൊരു രോഗത്തെക്കാൾ കൂടുതൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷെ അതെല്ലാം എത്രത്തോളം അഡ്രസ്ഡ് ആവുന്നു എന്നുള്ളത് അതിന്റെ നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയേണ്ടി വരും. കാരണം കേസുകൾ എത്ര കൂടുന്നതിനനുസരിച്ചിട്ട് അതിന് വേണ്ടത്ര കെയർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എനിക്ക് ഇപ്പൊ നമുക്കുള്ളത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് ഒന്നും ഇല്ല. കാര്യം പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കൺക്ലൂഷനിലേക്ക് പോകുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയാണ്, അതായത് ആ സ്ത്രീക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല. ഞാൻ അവരുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടു, ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ടു, പിന്നെ ചുറ്റുമുള്ള അയൽക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ. എനിക്കൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ മനസ്സിലായ ഒരു കാര്യം, ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അവർക്കൊരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്, അവർക്കൊരു പ്രാപ്തിക്കുറവുണ്ട്. സത്യത്തില് ദർ ഈസ് എ ടേം കോൾഡ് ഗുഡ് ഇനഫ് മദറിങ്. അതായത് ഒരു അമ്മ ആവാൻ, ആർക്കാണ് ഒരു നല്ല അമ്മയാവാൻ കഴിയുക എന്നുള്ളതിന് ഒരു ഗുഡ് ഇനഫ് മദറിങ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ആരും ഒരു അമ്മയായി മാറുന്നില്ല. ഒരു അമ്മയായി മാറാൻ ചില പ്രാപ്തികൾ ആവശ്യമാണ്. എന്തൊക്കെയാണ് ഒരു അമ്മയുടെ പ്രാപ്തികൾ? നമുക്കറിയാം, കുഞ്ഞിനോടുള്ള വാത്സല്യം, ദയ, കരുണ. അത് കുഞ്ഞിനോട് മാത്രമല്ല, ഒരു അമ്മയാവുമ്പോൾ ജനറലായിട്ട് ആ സ്ത്രീയിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ദയയും വാത്സല്യവും ഒക്കെ കാണുന്നു. ടോളറൻസ്, ക്ഷമ, സാധാരണയിൽ കവിഞ്ഞ ആ സ്ത്രീയിൽ നമ്മൾ ക്ഷമ കാണുന്നു. കുട്ടികളോട് പെരുമാറുന്ന ഒരു ഇമോഷണൽ ബോണ്ടിങ്, അതെല്ലാം ഒരു സ്ത്രീയിൽ ഒരു അമ്മയാവുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണങ്ങളാണ്. എന്നാൽ എല്ലാ സ്ത്രീകളിലും ആ ഗുണങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എല്ലാവരും ഒരുപോലെയുള്ള അമ്മമാരാവുന്നില്ല. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അവരുടെ കുടുംബ പശ്ചാത്തലം, ഇപ്പൊ ഈ പറയുന്ന കുടുംബ പശ്ചാത്തലം അത്ര കണ്ട ഒരു സുഖകരമായിട്ടുള്ള കുടുംബ പശ്ചാത്തലമാണ് ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അവരുടെ അമ്മ പറയുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് അവർ പല കാര്യങ്ങളിലും കുറച്ച് പുറകോട്ടായിരുന്നു. അവരുടെ ഇന്റലക്ച്വൽ ലെവൽ ബാക്കിയുള്ള ആളുകളെ പോലെ അല്ലായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അവർ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. സൗമ്യ, ഇവർക്കാണെങ്കിൽ എന്താണ്, ഇവർക്ക് കുറച്ച് ബുദ്ധി കുറവുണ്ടായിരുന്നു പറയുന്നുണ്ട്. ഇവർ ദേഷ്യപ്പെടുമ്പോൾ അങ്ങേയറ്റം പൊട്ടിത്തെറിക്കുന്ന, ഇപ്പം നമുക്കൊക്കെ വ്യക്തിപരമായ നമ്മുടെയൊക്കെ വീടുകൾ ഉണ്ടാവില്ലേ, എന്താണ്, ഒരു പരിധിയിൽ കൂടുതൽ ദേഷ്യമുള്ള മനുഷ്യർ, പരമാവധി ഒരു പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന മനുഷ്യർ ഒക്കെ നമുക്ക് നേരിട്ടറിയാമായിരിക്കുമല്ലോ. ഡോക്ടർ സ്വാമി, ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഇപ്പോ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാർ പറയുന്നത് സുഭാഷ് എന്ന് പറയുന്ന ആൾ നല്ല ആളാണ്, സുഭാഷിൻ്റെ അനിയന്മാർ ഈ കുഞ്ഞിനെയൊക്കെ നോക്കുന്ന നല്ല എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഏത് രീതിയിൽ സമാധാനമായും ശാന്തിയോടെയും ജീവിച്ചു പോകുന്നു. ഇവരുണ്ടാക്കുന്ന ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളല്ലാതെ അങ്ങനെ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ കലാപങ്ങളോ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ വഴക്കോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ പറയണമല്ലോ ഡോക്ടർ സൗമ്യ. അങ്ങനെ ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഞാനതാ പറഞ്ഞത്, നമ്മളിപ്പോ പറയുന്ന പോലെ നമുക്ക് ദേഷ്യം വരുമ്പോ പാത്രം എടുത്ത് എറിയുന്നു, ഷൗട്ട് ചെയ്യുന്നു, ഇതൊക്കെ ഒരു സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അത് ആ ഒരു എക്സ്ട്രീമിറ്റിക്ക് എത്തിയിട്ടില്ല, ആ എക്സ്ട്രീം അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള സ്ത്രീകളിൽ പലപ്പോഴും, ഇങ്ങനെയുള്ള മനുഷ്യന്മാരിൽ ഡോക്ടർ മോഹൻ റോയ്ക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, പല രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അവർക്ക് സിവിയർ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാവുന്ന സാധ്യതയുണ്ട്, ഈവൻ സൈക്കോസിസ് വരെ. ഇപ്പൊ സൈക്കോസിസിലൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് പല സന്ദർഭങ്ങളിലും ഇവരിത് കരുതിക്കൂട്ടി ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇമ്പൾസീവ് ആയിട്ട് അവർ പലതും ചെയ്യാം. കാരണം ഞാനൊരു സാധ്യത പറയുകയാണ്, ആ കുട്ടിയെ ചിലപ്പോ അംഗനവാടിയിൽ നിന്ന്, നഴ്സറിയിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. സൈക്കോട്ടിക് പ്രോബ്ലംസ് ഉള്ള ആളുകളിൽ പലതരത്തിലുള്ള ഡെലൂഷൻസും ഹാലുസിനേഷൻസും, അവർക്ക് പല ശബ്ദങ്ങൾ കേൾക്കുന്ന പോലെ തോന്നും, പലരും അവരോട് സംസാരിക്കുന്ന പോലെ തോന്നും, അങ്ങനെ പല ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ടുകളും അവർ പെട്ടെന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള പല മാനസിക പ്രശ്നങ്ങളും ഉള്ള ആളുകൾ, സ്ത്രീകൾ, അമ്മമാർ നമുക്കിടയിലുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവർ ചെയ്തു? ഇപ്പോ അവരെ കുട്ടിയോടുള്ള വെറുപ്പ് കൊണ്ട് ചെയ്തു, അവരൊരു പ്രതികാര നടപടിയായിട്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അത് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പറയുന്ന മാനസിക രോഗം പരിശോധിക്കണം. പക്ഷേ ടോർച്ച് കൊണ്ട് അടിക്കുന്നുണ്ട്, അമ്മ അടിച്ച് ഈ കുഞ്ഞിന്റെ നെഞ്ചത്ത്
തിണർത്ത പോലെ പാടുവരുന്നുണ്ട്, ഐസ്ക്രീമിൽ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കുന്നുണ്ട് തുടങ്ങിയ എന്താണ് കുറച്ച് മുന്നനുഭവങ്ങൾ കൂടി ഉള്ളപ്പോൾ ഇമ്പൾസീവ് ആയിരുന്നോ ആ ക്രൂരകൃത്യം എന്നുള്ളത് സംശയമുണ്ട്. ശ്രീ മോഹൻ റോയി, ഇനി ഡിപ്രഷനാണോ അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങേയറ്റം ഏത് മാനസിക രോഗം ആണെന്ന് പറയുമ്പോഴും അത് ഏതെങ്കിലും തരത്തിലൊരു ഭാവവ്യത്യാസം ഉണ്ടാവണ്ടേ? കുഞ്ഞിനെ കൊല്ലാൻ പോകുന്ന ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിലൊരു പതർച്ച കാണിക്കണ്ടേ? എന്തെങ്കിലും ഒരു സൂചന കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തികളോ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ? ഒന്നുമില്ല. ഒരു തികഞ്ഞ മോട്ടീവ് എന്താണെന്ന് ഇപ്പോഴും പോലീസിന് അവ്യക്തമായി തുടരുമ്പോഴും ഒരു തികഞ്ഞ കൊലപാതക കണക്കെ അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിച്ച് കൃത്യം നിർവഹിച്ച ശേഷം ആ കൃത്യം ആ ചെയ്ത കള്ളത്തരം, കൊലപാതകം, പാപം അത് ഒളിച്ചു വെക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി തെളിവ് കിട്ടുമ്പോൾ മാത്രം അത് സമ്മതിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു സ്ത്രീയിൽ നമുക്ക് എവിടെയാണ് മാനസിക രോഗം ആരോപിക്കാൻ എങ്ങനെയാണ് കഴിയുക? ശ്രീ മോഹൻ റോയ്. അല്ല, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ കൃത്യമായ പ്ലാൻ ചെയ്ത് മോട്ടീവ് ഉണ്ടായിരുന്ന, കുറ്റകൃത്യം ഒളിപ്പിക്കാൻ ശ്രമിച്ച, കുറ്റകൃത്യത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു കുറ്റാരോപിതൻ്റെ കാര്യത്തിലാണല്ലോ കഴിഞ്ഞ ആഴ്ച ഒരു വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാനസിക രോഗം ഇപ്പോൾ നമ്മളെ ഭാരതത്തിൽ ഇപ്പോൾ ഞാൻ ഈ കമൻറ്റ് ബോക്സുകൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ കമൻറ്റ് ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മാനസിക രോഗത്തെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ക്രൂരമായ അവബോധമില്ലായ്മയുടെ ലക്ഷണമാണ് ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കിടന്ന് പുളയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ യാതൊരു ബോധവും നമുക്ക് ഇതിനെക്കുറിച്ച് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നോക്കൂ, അത്തരത്തിലുള്ള ഒരാൾക്കാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയേണ്ടത് ഇത്തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നം കൊണ്ടാണ് ഇദ്ദേഹം കുറ്റകൃത്യം ചെയ്തത്. നമ്മൾ എന്തിനാണ് ഒരു ക്രൈം ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നാം അറിയേണ്ടതുണ്ട്. ഈ ക്രൈം യഥാർത്ഥത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അത് ഭാവിയിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ്. അതിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ തിരിച്ചറിയാനും അവ പരിഹരിക്കാനുമാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടിക്കെതിരെ ഇത്തരം ക്രൂരമായ ആക്രമണം ഉണ്ടായിട്ട് ഈ പറയുന്ന ആരെങ്കിലും ബാലാവകാശ സംവിധാനങ്ങളിൽ മറ്റോ പരാതി കൊടുത്തിട്ടുണ്ടോ, അവരിടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതില്ല. നമുക്ക് നിലവിലുള്ള അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചോ മറ്റും അറിയാതെ ഒരു നീജർക്ക് റിയാക്ഷൻ പോലെ അത് മാനസിക രോഗമായിക്കൂടെ, മാനസിക രോഗികളെ വെറുതെ വിടില്ലേ, മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞ് കുറേ പേർ വന്നിരിക്കുകയല്ലേ, അത്തരത്തിലല്ലല്ലോ നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. ഇനി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് എന്ത് പാഠങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ് നാം അറിയേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ക്രൈം അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവ രീതിയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭർത്താവ് പറഞ്ഞതായി പറയുന്ന ഒരു മൊഴി പലയിടത്തും വന്നത് ഒരു പ്രഷർ കുക്കറിൻ്റെ വാഷർ എന്തോ ഇല്ല എന്നും ഭർത്താവ് നേരത്തെ വരുമെന്നും അദ്ദേഹത്തോട് ചോദിച്ചുവെന്നും ഇല്ല താൻ വൈകുമെന്ന് പറഞ്ഞെന്നും, അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടി അത് ഭർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഭർത്താവ് പറഞ്ഞതായിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വശവും ഈ മാനസിക രോഗത്തിൻ്റെ മറ്റൊരു വശവും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ പോലീസ് എന്ന നിലപാടാണ് എടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള വാദം പോലീസിനുണ്ടായിരിക്കും. അത് പോലീസിനുണ്ടെങ്കിൽ മാത്രമേ മജിസ്ട്രേറ്റിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവിശ്വാസം ഉണ്ടാവുള്ള കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ പൊളിഞ്ഞു പോയൊരു കേസിനെ പറ്റിയാണ്. കേഡൻ ജിൽസൺ രാജ് ആദ്യ സമയത്ത് ഇത് തന്നെ ആയിരുന്നല്ലോ, എന്തോ ഈ പറഞ്ഞ ആത്മാവ് പോകുന്നത് കാണാൻ അല്ലെങ്കിൽ പുറത്തെ ലുക്കിലും എല്ലാ രീതിയിലും ഒരു മാനസിക രോഗിയെ പോലെ അഭിനയിക്കൽ. താങ്കളുടെ 3-4 ചോദ്യങ്ങളിൽ അത് പൊളിഞ്ഞുപോയി എന്ന് പറയുന്ന മട്ടിൽ അത് അഭിനയമാണെങ്കിൽ പൊളിയാനുള്ളതുമാണ് അല്ലേ ശ്രീ മോഹൻ റോയ്? തീർച്ചയായും അതിനാണല്ലോ ഇതിൻ്റെ വിശകലനവും മറ്റു കാര്യങ്ങളും നടത്തേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഇത്തരം രോഗം അഭിനയിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള രോഗാവസ്ഥയില്ല, അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ മാനസിക രോഗത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന, അത് മാതാക്കന്മാരിൽ ഈ പറയുന്ന ഗർഭാനന്തരവും ഗർഭകാലത്തും പ്രസവാനന്തരവും ഒക്കെയുള്ള മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ കൂടി ഇത്തരം സംഭവങ്ങൾ നമുക്ക് സഹായമാകട്ടെ എന്ന് വിചാരിക്കാം. അതോടൊപ്പം ആ പൊന്നു മോളോട് നമുക്ക് തീർച്ചയായിട്ടും, ഞാൻ സത്യം പറഞ്ഞ ഈ ടി വിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ അവസാന രംഗങ്ങളൊക്കെ കണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അങ്ങോട്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അത് വളരെ ഹൃദയഭേദകം തന്നെയാണെന്ന് പറയാതെ വയ്യ.